അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്, അവധിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് കുറേ പരിപാടികളൊക്കെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലെ പരിപാടിയും കാര്യങ്ങളും തീർത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ച് പരിപാടികൾ ഏൽപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു 8 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ അവധിയുള്ള ദിവസങ്ങളിൽ ഭയങ്കര ലേറ്റായിട്ടാട്ടോ എണീക്കാറുള്ളത്. അതുകൊണ്ട് ഞാനൊരു 8 മണിയായപ്പോൾ എണീറ്റ് വന്നു. ദോശയാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ദോശമാവ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇഡലി ഞാൻ ഉണ്ടാക്കിയില്ല. ഇഡലിക്ക് പകരം ദോശ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ദോശ ഞാൻ ഇച്ചിരി നല്ല പരത്തി അങ്ങ് ഉണ്ടാക്കി കേട്ടോ. ഇവിടെ ഇതുപോലെ അങ്ങോട്ട് പരത്തി ഉണ്ടാക്കുന്നതും നെയ്യ് ഒഴിക്കുന്നതും ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. മക്കൾക്കാണ് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ പിന്നെ തട്ടുകടയിലെ ദോശയില്ല, അതുപോലത്തെ ദോശയും സമ്മന്തിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഇച്ചിരി വലിപ്പത്തിൽ അങ്ങ് ഉണ്ടാക്കി കുറച്ച് നെയ്യൊക്കെ അങ്ങോട്ടാകാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുമല്ലേ, കുറച്ച് ഇതിലങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവരവിടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ എണീറ്റ് വന്നിട്ട് പല്ലുതേപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ നടത്തി അവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എണീറ്റ പടി കാപ്പിയൊക്കെ കുടിച്ചിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ സമ്മന്തിക്കുള്ളതൊക്കെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വലിയതായിട്ടൊന്നുമില്ല, തേങ്ങായും പിന്നെ കുറച്ച് ഇഞ്ചിയും മറ്റേ നമ്മുടെ മുളക് പൊടി ചേർത്തിട്ടാട്ടോ, ലേശം മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് 2 കഷ്ണം ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത്, പിന്നെ ഞാൻ ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേക്കിനും കുറച്ച് പൊട്ട് കടലയുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ടാട്ടോ അരയ്ക്കാറുള്ളത്. അപ്പം നല്ലൊരു ടേസ്റ്റാട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് അരച്ചത് കടുക് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം കുറുക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവർക്കൊക്കെ ആണെങ്കിൽ അത്ര അങ്ങോട്ട് കുറുക്കുന്നത് ഇഷ്ടമല്ലതാണ്. ഇന്നെല്ലാം എൻ്റെ രീതിയിൽ ഇച്ചിരി ഇഷ്ടത്തിനൊക്കെ ഞാൻ എൻ്റെ രീതിയിൽ അങ്ങോട്ട് ആക്കി എടുത്തു കേട്ടോ. എല്ലാവരും കഴിച്ചോട്ടെ, കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ മാറ്റി കൊടുത്താലല്ലേ ഉള്ളൂ ശരിയാകത്തില്ല. എപ്പോഴും അവരുടെ ഇഷ്ടത്തിന് തന്നെ അങ്ങോട്ട് കൊടുത്താൽ ശരിയാകത്തില്ലെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ എപ്പോഴും പറയും, നീ എപ്പോഴും ഇഡലി തന്നെ ഉണ്ടാക്കി കൊടുക്കാതെ ബാക്കിയുള്ളതൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാനിന്ന് ഇച്ചിരിയൊക്കെ മാറ്റിയൊക്കെ കൊടുത്തു. അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ഓരോ സ്ഥലങ്ങളും നമുക്ക് ഇനി ഒതുക്കി പെറുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇനിയിപ്പോൾ നമ്മുടെ കർക്കിടകമൊക്കെ തുടങ്ങില്ല. കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് അഴുക്ക് പഞ്ഞിയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കും കേട്ടോ വീട്. പാണ്ടുപുറപ്പ് 1-ാം തീയതിയൊക്കെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ തലേ ദിവസമൊക്കെയാണ് എല്ലാ പരിപാടികളും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വട്ടം ഞാൻ വിചാരിച്ചു നേരത്തെ ഓരോ പരിപാടികൾ അങ്ങ് തുടങ്ങുവാണെങ്കിൽ ആ സമയമാകുമ്പോൾ എനിക്ക് അത്രയും പരിപാടികൾ കാണത്തില്ലല്ലോ. പിന്നെ അതുപോലെ കഴുകലും പെറുക്കലും ഒതുക്കലും ഒക്കെ മഴയാണെങ്കിൽ ഇപ്പോഴത്തെ മഴയുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ഒരേ ദിവസം ഓരോ പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പരിപാടി. അങ്ങനെ എല്ലാ വട്ടം ഇവരങ്ങനെ രക്ഷപ്പെടേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടനെ കൊണ്ട് ഞാൻ പൊടി അങ്ങനെ കൂടുതലൊന്നും അടുപ്പിക്കാറില്ല കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും പൊടി അലർജി ഉള്ളവരാണ്. അതുകൊണ്ട് ആ പരിപാടികളൊക്കെ കൂടുതലും ഇപ്പോൾ എനിക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയുള്ള ഈ ഒരു ഇതിൽ ഏട്ടൻ്റെ കമ്പനി വക സാധനങ്ങളും അല്ലറ ചില്ലറ അലുകുലുത്ത സാധനങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ഡംപ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് ഏട്ടനോട് പറയുന്നുണ്ടായിരുന്നു, അന്ന് അടുക്കി തരണം, എന്നിട്ട് അടുക്കിയെല്ലാം വെക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആളെന്നോട് പറഞ്ഞു ഇന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യും കേട്ടോ. ഇവിടെ പിന്നെ ഒരാൾക്കായിട്ട് നമുക്ക് പണി കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാവരും വന്ന് അതിനകത്ത് ഒന്ന് കൈ വെക്കും കേട്ടോ. അങ്ങനെ അവന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് അടുക്കി പെറുക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ആദ്യമാണെങ്കിൽ കുറേ ഹോംവർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ നിന്ന് എഴുതുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മക്കൾക്കായാലും ഒക്കെ ഉണ്ടല്ലോ, നമ്മളിതുപോലെ അടുക്കി പെറുക്കുമ്പോൾ അവരുടെ എൻ്റെ പണ്ട് കാണാതെ പോയ പെൻസിലാണ്, പണ്ട് പോയതാണെന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ അടുക്കലും പെറുക്കലും ഒക്കെ ഒരുവിധം എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നേരെ അകത്തോട്ട് വന്നിട്ട് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡിയാക്കണം. അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമേ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഇനിയും കുറച്ചും കഴുകാനായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഞാൻ കഴുകാനായിട്ട് പെറുക്കി ഇട്ടിട്ട് അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കും കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ തുടച്ച് കൊടുത്തില്ല, ഈ മഴയൊക്കെ ആയതുകൊണ്ട് അപ്പടി ഈച്ചയായിട്ട് എപ്പോഴും നമ്മൾ തുടച്ച് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ചോറുണ്ട് കേട്ടോ. ഇന്നലത്തെയൊക്കെ ആയാലും ചോറ് കുറേ അധികം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെച്ച് ഊറ്റിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം വെള്ളം ഒഴിച്ച് വെച്ച് ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നമ്മളിതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്കുള്ളതാണ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ എന്തായാലും അതൊക്കെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ദിവസമൊക്കെ ആട്ടോ ഞാനിത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നേരത്തെ തീർന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചധികം അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ തൊലി ഉണ്ടല്ലോ അതെല്ലാം ഞാൻ കൊണ്ടെൻ്റെ ചെടിക്കാട്ടോ ഇടാറുള്ളൂ. ഒന്നും തന്നെ കളയത്തില്ല കേട്ടോ.
പണ്ടൊക്കെ ഞാനിതുപോലെ കളഞ്ഞത് നേരെ എടുത്ത് കളയുമായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം ഇതിനകത്ത് എൻ്റെ റോസയ്ക്കകത്ത് കൊണ്ടിടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് ഉച്ച കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ഞാൻ അതിനകത്ത് കൊണ്ടിട്ട് വന്നപ്പോൾ ഒരുവിധമൊക്കെ ചേട്ടൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാധനം ആക്രിക്ക് കൊടുക്കാനുള്ളതൊക്കെ മാറ്റിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വാളയാട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. ഏട്ടൻ അത് വെട്ടിയെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഇനി നമ്മുടെ രീതിയിലും കൂടെ അത് ക്ലീൻ ആക്കിയെടുക്കണം കേട്ടോ. തലയൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മീൻ കറി വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ എൻ്റെ ചട്ടി എല്ലാം പൊട്ടിപ്പോയി. ഞാൻ എന്ന് മീൻ കറി വെക്കാനായിട്ട് ചട്ടി എടുക്കുമ്പോൾ ഏട്ടനോട് പരാതി പറയും കേട്ടോ, അയ്യോ ചട്ടി മേടിക്കണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി നിങ്ങളൊന്നും ഓർപ്പിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടനെ കുറച്ചൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയും നീയല്ലേ ഇതൊക്കെ ഓർക്കണ്ടേന്നൊക്കെ പറയും. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഏട്ടനോട് അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കടുകും ഉലുവായും എണ്ണയിലാട്ടോ, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേനും കടുക് ഉലുവായൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്തു. പിന്നെ ഉള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മീനാണെങ്കിൽ പുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് മുളക് പൊടിയും ഒക്കെ മാത്രമാണെങ്കിൽ കുറച്ച് ഇരുന്നോളും കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ഇടുമ്പോഴത്തേക്കിനും ഇരിക്കില്ല, പെട്ടെന്ന് വളിച്ചു പോകും കേട്ടോ. പിന്നെ ഇന്ന് കൂട്ടുന്നതിനെക്കാട്ടി നല്ലത് നാളെ കൂട്ടാനാട്ടോ. അത് ഉദ്ദേശിച്ചാണ് ഈ മീൻ വെക്കണത്. പിന്നെ നമ്മുടെ കുടംപുളി ഉണ്ടായിരുന്നു, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ, പൊടിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് നീട്ടി കൊടുക്കുക. അപ്പം ഞാനിവിടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിൻ്റെ ജാറ്, മിക്സിയിൽ അരച്ചതിൻ്റെ ജാറുണ്ട്, അതിൽ തന്നെ കഴുകി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ട് നമ്മൾ മൂടി വെച്ച് അതൊന്ന് അരപ്പൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീനാണ് കേട്ടോ. ഏട്ടന് ഇഷ്ടമാണ്, പക്ഷേ ഇതിനകത്ത് നെയ്യ് ഇച്ചിരി കൂടുതലാണല്ലോ. അപ്പോൾ നെയ്യ് അങ്ങനെയൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് കഷ്ണം, നെയ്യൊന്നും പറ്റാത്ത കഷ്ണം. ഇതൊരു വളർത്തു മീനായതുകൊണ്ട് നെയ്യ് ഭയങ്കരമായിട്ട് അപാരം നെയ്യാണ്. അപ്പോൾ ഏട്ടന് അധികം അങ്ങനെ ഇഷ്ടമല്ല. ഒരു കഷ്ണം അങ്ങനെ ഒക്കെ കൂട്ടും, അധികം കൂടുതലൊന്നും കൂട്ടത്തില്ല കേട്ടോ. പിന്നെ മക്കൾക്ക് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചോറിൻ്റെ അവധിയുള്ള ദിവസമാണ് നമുക്ക് എങ്ങനെയും കൊടുക്കാം കേട്ടോ. ചോറിനകത്ത് ഞെരടി ഉണ്ടൊക്കെ ഇതുപോലെ ഞെരടിയിട്ട് ഉരുട്ടി വെച്ച് കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. അങ്ങനെ അത് അടുപ്പയിലാക്കിയതിന് ശേഷം കഴിഞ്ഞ ദിവസം മേടിച്ച കുറച്ച് കിളിമീനുണ്ടായിരുന്നു കേട്ടോ. ഞവരയുണ്ടല്ലോ, കുറച്ചുണ്ടായിരുന്നു. അത് ഞാനെല്ലാം പുരട്ടി വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കറി വെച്ചതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോഴാണ് ഈ മീൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എന്തായാലും അതും കൂടെ വറക്കാമെന്ന് വിചാരിച്ചു കുറച്ചെടുത്തിട്ട്. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കറിവേപ്പില ഇങ്ങനെ നമ്മൾ അടർത്തി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ചിട്ടിട്ട് ഈ മീൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ കിളിമീൻ എപ്പോൾ വറക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളിതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്കിത് തിരിച്ചിടാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ അങ്ങനെ തിരിച്ചിടുമ്പോഴത്തേക്കിനും അവിടെ എല്ലാം പറ്റിപ്പിടിച്ച് ആകെ അത് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇട്ട് നമുക്ക് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രം എല്ലാം ഒന്ന് കഴുകുക കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രം ഓരോന്നായിട്ട് കഴുകുക കേട്ടോ. പാത്രം എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാലും എങ്ങനെ ഈ സിങ്ക് നിറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുപോലെ പാത്രമായിരിക്കും കേട്ടോ. അങ്ങനെ പാത്രം എല്ലാം കഴുകി സെറ്റായി എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മുടെ മീനുണ്ട് കേട്ടോ. ആ മീനകത്ത് ഇടുന്ന സ്പൂണ് അതുപോലെ നമ്മളിട്ട് മറിക്കില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഓർക്കില്ല കേട്ടോ. ഞാൻ ആ സ്പൂൺ ഇട്ടിട്ട് ഒറ്റ കറക്കായിരിക്കും കേട്ടോ. ആ മീനെല്ലാം പൊടിഞ്ഞു പോവും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ മീനാണെങ്കിൽ ഒന്നെങ്കിൽ ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പയ്യെ ഒന്ന് ആക്കി കൊടുക്കുക സൈഡിലൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ ഒന്നും എനിക്ക് അടുക്കി, അതായത് അവിടെ പറ്റി പിടിക്കാതെ പൊടിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് തിരിച്ചും എടുത്തുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇനി പിന്നെ വേറെ കറിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കറിയെല്ലാം സെറ്റായി, ചോറും എല്ലാം ഞാൻ ഊറ്റിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്തിട്ട് ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കണം. അവിടെ അവരെല്ലാവരും ഏട്ടൻ അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ജോലി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുളിച്ചില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതുമല്ല കേട്ടോ, ഭയങ്കരമായിട്ട് വിശക്കുന്നുമുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ചോറുണ്ടാൽ മതി എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് റെഡിയായി, അടുക്കളയൊന്ന് തൂത്ത് എല്ലാം റെഡിയാക്കി കേട്ടോ. ഇനിയിപ്പം ഇന്ന് തുടയും കാര്യങ്ങളും ഒന്നും നടന്നില്ല കേട്ടോ. ഇനി വൈകുന്നേരം വേണം അതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഒരു അടുക്കിപ്പുറക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്
തുടയ്ക്കുന്നൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് അവിടെയൊക്കെ വൃത്തിയാക്കി ഹോളിലുള്ള ചുക്കിലും കാര്യങ്ങളൊക്കെ തൂത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനിയും അടുത്ത ദിവസം ബാക്കി പരിപാടികളെല്ലാം ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. അവർക്കൊക്കെ ഒരു ദിവസം ഇന്ന് ചെയ്തപ്പോഴേ പറഞ്ഞു, ഇനി അടുത്ത ദിവസമൊന്നും പറയരുതേ, ഇനി അടുത്ത അവധിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ അടുത്ത അവധി വരെ നോക്കി നിൽക്കുന്നതിന് മുമ്പ് ഞാൻ ഓരോന്നോരോന്ന് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും, അതായത് 1-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കിനും തീരും കേട്ടോ. അങ്ങനെ അവർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു കേട്ടോ. അവിടെ നിന്ന് കാർട്ടൂണൊക്കെ കണ്ട് ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയിട്ട് ഞാൻ കാപ്പിയൊക്കെ കട്ടനൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നാ കേട്ടോ കാപ്പി കുടിക്കുന്നത്. ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇരുന്ന് കുടിക്കും, അല്ലെങ്കിൽ അകത്താ കുടിക്കത്തുള്ളൂ കേട്ടോ ഞാൻ തന്നെയാണെങ്കിൽ. അപ്പോൾ ഇന്ന് അടുക്കിയൊക്കെ പെറുക്കിയപ്പോഴത്തേക്കിന് നമുക്ക് പമ്പ് കിട്ടി, സൈക്കിളിൽ കാറ്റടിക്കുന്ന പമ്പ്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് എവിടെയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ സൈക്കിളിന് കാറ്റടിക്കുന്ന അപ്പുറത്തെ വീട്ടിലെ പമ്പ് മേടിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ പമ്പ് കിട്ടി. ആദ്യം അപ്പം തൊട്ട് അത് എടുത്തുകൊണ്ടുള്ള കളിയാട്ടോ. അങ്ങനെ ഏട്ടന് എണീറ്റൊക്കെ വന്നു കേട്ടോ. ഏട്ടന് ഞാൻ കാപ്പ് കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ കുടിക്കുന്ന കണ്ടപ്പോൾ ഏട്ടന് അപ്പം കാപ്പി വേണം കേട്ടോ. പിന്നെ എനിക്ക് പോയി എടുക്കാനുള്ള മടിയും കൊണ്ട് പിന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്ന കാപ്പി അങ്ങ് കൊടുത്തു കേട്ടോ. അങ്ങനെ ആദ്യം പമ്പ് എടുത്തുകൊണ്ട് വന്ന് ആദ്യയുടെ സൈക്കിളിന് പമ്പ് കാറ്റടിക്കുന്നു. ഇത് തന്നെ പരിപാടി കേട്ടോ. ഇനിയിപ്പോൾ അവനത് താഴെ വെക്കൂല, അതിൻ്റെ ആ ഒരു കളി ഒന്ന് മടുക്കണം, എന്നെങ്കിൽ മാത്രമേ അത് താഴെ വെക്കുകയുള്ളൂ കേട്ടോ. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ചെടികളും കാര്യങ്ങളും ഒക്കെ ഒരു മാതിരി നിൽക്കും കേട്ടോ എല്ലാത്തേലും. അതായത് എൻ്റെ റോസയിലൊക്കെ നന്നായിട്ട് മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മേടിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാനത് ചട്ടിയിലാക്കിയില്ലായിരുന്നു. പിന്നെ ചെറിയ ചട്ടിയായിട്ടുള്ളതുണ്ടായിരുന്നു കേട്ടോ. അത് ഇനിയും കുറച്ച് വലിയ ചട്ടിയിലോട്ടാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടനെയും കൂടെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടനെ ആകെ കൂടി നമ്മൾ എന്തിനേലും സഹായത്തിന് വിളിക്കുകയാണെങ്കിൽ പുള്ളി മടി ഒന്നും കൂടാതെ മുഖത്തിച്ചിരി പ്രസാദമായിട്ട് വരുന്നൊരു പരിപാടി ഇതാണ് കേട്ടോ. കാരണം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും എനിക്ക് ചെടി മേടിച്ചുകൊണ്ട് തരും കേട്ടോ. പണ്ടൊക്കെ എല്ലാ രീതിയിലുള്ള ചെടി മേടിച്ചുകൊണ്ട് വരുന്നത്, ഇപ്പം അങ്ങനെ മേടിക്കത്തില്ല കേട്ടോ. ഇപ്പം പുള്ളി കൂടുതലും മേടിച്ചുകൊണ്ട് വരുന്നത് റോസയാണ് കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ റോഡ് സൈഡിലും അല്ലെങ്കിൽ കടകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങോട്ട് പോകുന്നൊരു അതായത് ഏട്ടൻ ജോലിക്കായിട്ട് പോകുന്ന ആ ഒരു വശത്തൊക്കെ കൂടുതലും ഇതുപോലെ ചെടികളുടെയൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ കൂടുതലും അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പണ്ടുള്ളതുപോലെ ഒരുപാടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾക്കിപ്പോൾ നിങ്ങൾ കാണുന്നതിൽ കൂടുതലും നമുക്ക് ഉള്ളത് റോസയാട്ടോ. പല തരത്തിലുള്ള റോസയാണ്, പല കളറിലുള്ളതും ഉണ്ട് കേട്ടോ. ഒരു 15 കൂടുതലുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെടികളിൽ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ കൊടുക്കുവാട്ടോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പൊതുവേ പൂ ഇടത്തില്ലെന്നാണ് നമ്മൾ മേടിച്ച കടയിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞത് കേട്ടോ. പക്ഷേ എന്തോ നമ്മുടെ എല്ലാത്തിനകത്തും മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ നമുക്ക് 21 പൂവുണ്ട്. നമ്മുടെ എല്ലാ റോസയിലും കൂടെ ചേർത്തിട്ട് 21 പൂവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഇപ്പോൾ വേറെ ചെടി മേടിക്കാനും നമുക്ക് വലിയൊരു ഇതില്ല, റോസ മേടിക്കാനാട്ടോ കൂടുതലും ഇഷ്ടം. അപ്പോൾ എൻ്റെയും ചേട്ടൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കുറേ റോസ വെക്കണം ചേട്ടാന്ന് കേട്ടോ. പല കളറിൽ ഇങ്ങനെ വെക്കണം. നമ്മൾ നഴ്സറിലൊക്കെ ചെല്ലുമ്പോൾ കാണുമല്ലോ, പല രീതിയിലും പല ടൈപ്പിലും ഉള്ളത് കാണുമല്ലോ. പിന്നെ നമ്മൾ റോസ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ നമുക്ക് അവിടെ നിന്ന് ഒരു മണ്ണിലൊക്കെ ആയിട്ടാണല്ലോ തരുന്നത്. നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അന്ന് തന്നെ അത് മാറ്റൂല കേട്ടോ. 2 ദിവസം അവിടെ വെച്ച്, 2 ദിവസമല്ല ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ ആയതിന് ശേഷമേ ഞാനത് ചട്ടിയിലോട്ട് മാറ്റത്തുള്ളൂ. പിന്നെ ആ മണ്ണ് ഞാൻ ഇളക്കി കളയാറുമില്ല കേട്ടോ. അതേ ഇതിൽ മണ്ണിൽ തന്നെയാണ് ഞാൻ ചട്ടിക്കകത്ത് വെച്ച് ബാക്കി മണ്ണ് നമ്മുടേതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ കുറച്ച് ദിവസം ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അതിന് ചെറിയ തോതിലുള്ള വളം ഞാൻ ഇട്ട് കൊടുക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ റോസയുടെ പൂ ഉണ്ടായതിന് ശേഷം നമ്മുടെ എൻ്റെ ഒരു കൈപ്പത്തിയുടെ ആ ഒരു അളവിൽ ഞാൻ അതങ്ങ് അതിൻ്റെ തലഭാഗം മുറിച്ച് കളയും കേട്ടോ. കത്രിക ഉപയോഗിച്ചിട്ട് മുറിച്ച് കളയും, അങ്ങനെയാട്ടോ. പിന്നെ നമ്മുടെ ഈ വേറെ പ്രത്യേകിച്ച് വളമൊന്നുമില്ല, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പൂവൊക്കെ പൂക്കാൻ വേണ്ടി നല്ലുള്ള ഒരിത് നമ്മൾ ഇതുപോലെ ചെടി മേടിക്കാൻ ചെന്ന നഴ്സറിയിലുണ്ടായിരുന്നു, അവിടെ നിന്ന് മേടിച്ചിട്ട് അതും ഉണ്ട് കേട്ടോ. അത് ഞാൻ വല്ലപ്പോഴും ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ ഉള്ളിയുടെ ഇതിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ തൊലി, അതുമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. പക്ഷെ ഇപ്പം കൂടുതലായിട്ടും അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുന്നതുകൊണ്ട് എല്ലാത്തിലും പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അവന്മാർ വന്ന് എന്തൊക്കെ തുളസിയുടെ തൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെയൊക്കെ കുഴിച്ചും ഒക്കെ അവരും വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അലികുലത്തായിട്ടുള്ള ചെടിയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ കറ്റാർവാഴയൊക്കെ ആർത്ത് ഉല്ലസിച്ചങ്ങ് കിളുത്തിട്ട് വരും കേട്ടോ. അതൊക്കെ അപ്പുറത്തെ സൈഡിലായിരുന്നു, അവിടെ ഇരുന്നിട്ട് ഒരു ഇതില്ലായിരുന്നു കേട്ടോ. അതിൽ ഞാൻ വീണ്ടും ഇപ്പറയിലോട്ട് ഏട്ടനെ കൊണ്ട് എടുത്ത് വെപ്പിച്ചു. നമ്മുടെ കറ്റാർവാഴയുടെ കനം കാരണം എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഏട്ടനെ കൊണ്ടാട്ടോ എടുത്ത് വെപ്പിച്ചത്.
അങ്ങനെ ഒരുവിധം പരിപാടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അവന്മാരും മണ്ണിനകത്തും ഒക്കെ കളിച്ചു. ഞാൻ പിന്നെ പോയി കുളിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈപ്പിൽ വെള്ളമുള്ള ദിവസങ്ങളിലേ ഉള്ളൂ ചെടി സംബന്ധമായിട്ടുള്ള പരിപാടികൾക്ക് ഇറങ്ങാറുള്ളൂ കേട്ടോ. കാരണം ഇവിടെ എല്ലാം അഴുക്ക് പറ്റിയ പിന്നെ കഴുകാനായിട്ട് വെള്ളമില്ല, പൈപ്പിൽ വെള്ളം വരണം കേട്ടോ. പിന്നെ ദേ വെള്ളം വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മളിവിടെ കഴുകാറുണ്ട്. കാരണം ഞാൻ ഇവിടെയൊക്കെ ഇട്ടാണ് തുണി ഉണക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വെള്ളം ഒന്നിടവിട്ട് വെള്ളം വരുമ്പോഴെല്ലാം അവിടെ കഴുകാറുണ്ട്. ദേ ആദൂട്ടി കുളിച്ചിട്ട് അടുത്ത കളിയിലോട്ട് കിടന്നിരിക്കും കേട്ടോ. ബാഗും തൂക്കിയൊക്കെ ഇട്ടിട്ടുള്ള അടുത്ത കളിയാണ് അവന്. അതിനുശേഷം ദേ ഞാൻ അവിടെ എല്ലാം ഒന്ന് കഴുകി വിടും കേട്ടോ. നല്ലതായിട്ട് മണ്ണായിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് മഴയായിരുന്നു രാവിലെ, അതിൻ്റെയൊക്കെ ആയപ്പം മണ്ണെല്ലാം നനഞ്ഞതിൻ്റെ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കഴുകി വിടുക കേട്ടോ. അങ്ങനെ ദേ ഈ മണ്ണിങ്ങനെ അടിച്ചടിച്ച് ഇപ്പുറത്തെ ഗേറ്റ് വഴി ഞാൻ ഗേറ്റിൻ്റെ അതിലേക്കൂടെ വിടാമെന്ന് വിചാരിച്ചിട്ട് അതുവഴി എല്ലാം ഇങ്ങനെ കളയും. പിന്നെ ഈ തറയോടിൻ്റെ ഇടയിൽ എപ്പോഴും പുല്ല് പെട്ടെന്ന് കിളുത്ത് വരും കേട്ടോ. എനിക്ക് എപ്പോഴും പരിപാടി അത് പറിച്ച് കളയലാണ് കേട്ടോ. അങ്ങനെ ദേ അവിടെ എല്ലാം കഴുകി സന്ധ്യയായിട്ടോ, വിളക്ക് കത്തിക്കാനൊക്കെ ഉള്ള സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ കാത്തൂട്ടി കുളിച്ചെല്ലാം റെഡി ആയിട്ട് അവൻ വിളക്ക് കത്തിച്ചോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ ഇന്ന് ഞാൻ വിളക്ക് കത്തിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ നിന്ന് നല്ല വിശാലമായിട്ട് അങ്ങ് കഴുകുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് രാത്രിയായി കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ പോയി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ആക്കണം. ഇപ്പോൾ ഇവിടെ വൈകിട്ട് ചോറൊന്നും അധികം കഴിക്കാറില്ല ആരും. അപ്പോൾ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് താമസിച്ചതിന് ശേഷം കേട്ടോ അടുക്കളയിലോട്ട് പിന്നെയും കയറിയത്. അപ്പോൾ അതേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ചെടിയുടെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തത് ഇതാ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ മഴ ചാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ഒന്ന് എടുത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ ചെടി. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ചെടി റോസയൊക്കെ ദേ പൊഴിഞ്ഞ് താഴെ വീഴാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഒന്നെങ്കിൽ വിളക്ക് കത്തിക്കാനായിട്ട് എടുക്കാറാട്ടോ പതിവ്. അമ്പലത്തിലൊന്നും പോകുന്ന ദിവസം വരുമ്പോഴത്തേക്കിന് ഇതിൽ പൂ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയാകുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ വിളക്ക് കത്തിക്കുമ്പോൾ എടുക്കും കേട്ടോ സ്ഥിരം. അങ്ങനെയാണ്. പക്ഷെ പറിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.